പ്രൈസ് ദി ലോർഡ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല. ആമേൻ, ഹല്ലേലൂയ. എപ്പോഴും ഇറിറ്റേഷനും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ സർവശക്തനായ ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വിഷയവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നാൽ, ഹല്ലേലൂയ, ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. ആമേൻ, ഹല്ലേലൂയ. ഇത് ആമേൻ സർവശക്തനായ ദൈവം പറഞ്ഞ വാക്കുകളാണ്. ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. എത്ര അധ്വാനിച്ചിട്ടും എത്ര ആമേൻ കഷ്ടപ്പെട്ടിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നില്ല എങ്കിൽ, നിങ്ങൾക്കൊരു പുരോഗതി ഇല്ലെങ്കിൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യണം. നിങ്ങൾ ആരുമായിട്ടാണ് നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധമുള്ളത് നിങ്ങൾ ശോധന ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ആരുകൂടെയാണ് നിൽക്കുന്നതെന്നുള്ളൊരു ആമേൻ ബോധ്യം നിങ്ങൾക്ക് വേണം. ഹല്ലേലൂയ. നിങ്ങൾ ആരെയാണ് സേവിക്കുന്നതെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കുഞ്ഞെ, മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഭാരങ്ങളുമായി ആമേൻ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുക. എത്ര അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസിൻ്റെ പടകിനെ നിറച്ചൊരു ദൈവമുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ ഗതി പിടിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളിൽ ആമേൻ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ സർവശക്തനായ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക. ഹല്ലേലൂയ. ഞാനൊരു ഉറപ്പ് തരാം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സമാധാനമില്ലേ? നിങ്ങൾക്ക് സ്വസ്ഥതയില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയമെന്ന് പറഞ്ഞെടുത്ത് ജയത്തെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്തൊക്കെയോ ആമേൻ ഹല്ലേലൂയ പ്രതികൂലത്തിലൂടെ, ആമേൻ ഏതൊക്കെയോ വിഷയങ്ങളിലൂടെ, ഏതൊക്കെയോ വേദനകളിലൂടെ ആമേൻ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ തീർന്നത്? എനിക്കെന്തുകൊണ്ട് ഒന്നും ഉയർന്നു വരുവാൻ കഴിയുന്നില്ല? എനിക്കെന്തുകൊണ്ട് ഈ കഷ്ടത? എനിക്കെന്തുകൊണ്ട് ഈ രോഗം? ഞാൻ എന്നും ഭാരം ചുമക്കുന്നവനാണല്ലോ, ഞാൻ എന്നും കഷ്ടത അനുഭവിക്കുന്നവനാണല്ലോ എന്നാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഞാനൊരു ഉറപ്പ് തരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളെ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ, നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ നിങ്ങൾ നീർന്ന വിഷയവുമായി, നിങ്ങൾ ചുമക്കുന്ന ഭാരവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നീറുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. എന്നും ഭാരം ചുമക്കാനല്ല, എന്നും ആമേൻ കഷ്ടതയിലൂടെ നടക്കാനല്ല, എന്നും രോഗത്തിലൂടെ നമ്മൾ കടന്നു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ജയത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ ഘോഷത്തോടെ, ഹല്ലേലൂയ, നിങ്ങൾ സന്തോഷത്തോടെ നടക്കുവാനാണ് കർത്താവ് വിളിച്ചത്. ഇന്ന് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരണമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാൻ, നിങ്ങളുടെ പ്രയാസങ്ങളെ പറയുവാൻ, നിങ്ങളുടെ വേദനകളെ പറയുവാൻ, നിങ്ങൾ നീർന്ന വിഷയത്തിന് പരിഹാരം നൽകുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവനോട് പറ, ഹല്ലേലൂയ, എൻ്റെ ഭാരത്തെ ഒന്ന് മാറ്റിത്തരണം, എൻ്റെ പ്രയാസത്തെ ഒന്ന് മാറ്റിത്തരണം, എൻ്റെ രോഗത്തെ ഒന്ന് മാറ്റിത്തരണം. ഹല്ലേലൂയ. എത്ര പേരങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ഭാരം ചുമക്കേണ്ടവരല്ല, നിങ്ങൾ സന്തോഷിക്കേണ്ടവരാണ്. നിങ്ങൾ വേദനയിൽ കഴിയേണ്ടവരല്ല, നിങ്ങൾ ജയാളിയാകേണ്ടവരാണ്. നിങ്ങൾ രോഗത്തിൽ ആമേൻ കഴിയേണ്ടവരല്ല, നിങ്ങളെ ഹല്ലേലൂയ രോഗം സൗഖ്യമാക്കേണ്ടവരാണ്. റീബൽ ഘടകതനക. അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. ദൈവം അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. ഗോഡ് ബ്ലെസ് യു.